സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കാൻ സർക്കാർ നിയമസഭയിൽ വെച്ച ധവളപത്രം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കിഫ്ബി വലിയ ബാധ്യതയായി ഉയർത്തിക്കാട്ടുകയും എന്നാൽ അതുവഴി ഉണ്ടായ വികസനത്തെ ബോധപൂർവം മറച്ചുവെക്കുന്നു എന്നതുമാണ് പ്രധാനപ്പെട്ട ആരോപണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൽ, ശമ്പള കമ്മീഷൻ 10 വർഷത്തിലൊരിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോഴേ ആയുധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരല്ലാതെ പുറത്തുനിന്നുള്ളവർ ധവളപത്രം തയ്യാറാക്കി എന്ന പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നം ഉന്നയിക്കലും. ചുരുക്കത്തിൽ മുൻ സർക്കാരിനെതിരെ വി.ഡി. സതീശൻ സർക്കാർ തൊടുത്തുവിട്ട ശരം അവർക്കെതിരെ തന്നെ തിരിയുകയാണോ? നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ ഞാൻ നേരെ പോകുന്നു ന്യൂസ് ആംഗിളിലേക്ക്. വിശകലനങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് ബിനിൽ ലീല സാബുവാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുതിയൊരു സർക്കാർ വന്നു. ഈ സർക്കാർ വരുന്ന ഘട്ടത്തിൽ തന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമൊന്നുമായിരുന്നില്ല. ഈ മുന്നണിയുടെ തന്നെ ഇപ്പം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് A.K. ആന്റണി, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യം പോയി അദ്ദേഹത്തെ വീട്ടിൽ കാണുമ്പോഴേ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയത്. ഇതിനു മുൻപ് അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവെന്ന പരാമർശം നടത്തിയതായിരുന്നു വി.ഡി. സതീശൻ. ഇപ്പം അതിനൊക്കെ ശേഷം അവർ അധികാരത്തിലേക്ക് വന്നു. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ പോകണം. ആ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ധവളപത്രം പുറത്തിറക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ആ ധവളപത്രം പുറത്തിറക്കി. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും എന്താണ് സർക്കാരിന്റെ ഖജനാവിന്റെ സ്ഥിതി എന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ട്. അതിന് പിന്നാലെ ഇന്നലെ നമ്മൾ സഭയിൽ തന്നെ കണ്ടതാണ്. മുൻ ധനമന്ത്രി കൂടിയായ K.N. ബാലഗോപാൽ ഇതിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളും ഒപ്പം ക്രമപ്രശ്നം അടക്കമുള്ള ഈ ധവളപത്രത്തിന്റെ തയ്യാറാക്കലുമായി ബന്ധപ്പെട്ടുള്ള ക്രമപ്രശ്നം അടക്കം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നിപ്പോൾ ന്യൂസ് ആംഗിൾ ചോദിക്കുന്നത് പോലെ തന്നെ ഈ മുൻ സർക്കാരിനെതിരെ വി.ഡി. സർക്കാർ തൊടുത്തുവിട്ട ശരം അവർക്കെതിരെ തന്നെ തിരിയുകയാണോ? എന്ത് മനസ്സിലാക്കണം ബിനിൽ? സേതു, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതൊരു പൊളിറ്റിക്കൽ പേപ്പർ, രാഷ്ട്രീയ കടലാസ് എന്നുള്ളതാണ്. നേരത്തെ ഇടത് സർക്കാർ ഇത് അവതരിപ്പിച്ചപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ആ രീതിയിലാണ് പ്രതിപക്ഷം, അന്നുണ്ടായിരുന്ന UDF അതിനെ പ്രതിരോധിച്ചത്. ഇന്നിപ്പോൾ LDF, പ്രത്യേകിച്ച് ഇടതു മുന്നണി ഇത് ഉന്നയിക്കാൻ കാരണം ഈ ധവളപത്രം തയ്യാറാക്കിയത് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരല്ല, പുറത്തു നിന്നുള്ള 3 ഉദ്യോഗസ്ഥരാണ്. അവരെ ഈ സഭ നിയമിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് തയ്യാറാക്കുമ്പോൾ അത് സർക്കാരിന്റെ ഒരു രഹസ്യാത്മകത അത് സൂക്ഷിക്കണം. അതുകൊണ്ട് നേരത്തെ ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇത് അറിഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ആ രഹസ്യാത്മകത ചോരുന്ന ഒരു ക്രമപ്രശ്നം അതിലുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വരുന്നത്. മറ്റൊന്ന്, ഈ ധവളപത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഇപ്പോൾ ആക്രമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കടത്തിന്റെ കാര്യമാണ്. കടത്ത് പെരുപ്പിച്ച് കാണിക്കുകയാണ് നേരത്തെ പ്രതിപക്ഷത്ത് UDF ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ K.N. ബാലഗോപാൽ പറഞ്ഞത് 6 ലക്ഷം കോടിയിലധികം കടമുണ്ട് എന്നുള്ളതാണ് നേരത്തെ വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രചരിപ്പിച്ചത്. പക്ഷേ അത്രയ്ക്കും കടമില്ല. 5.02 കോടിയാണ് സംസ്ഥാനത്തിന്റെ കടം എന്നാണ് ഇത്തരത്തിൽ പറയുന്നത്. അതൊക്കെ K.N. ബാലഗോപാലിനെ അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഈ ധവളപത്രത്തിലെ ചില നിർദ്ദേശങ്ങളാണ്. അത് യുവാക്കളെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്ന നിർദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൻഷൻ പ്രായം ഉയർത്തുന്നതാണ്. അതുവഴി 6000 കോടിയുടെ ലാഭം ഉണ്ടാകും എന്നാണ് ഈ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. പക്ഷേ അത് കേരളത്തിലെ യുവാക്കളെ വലിയ ആശങ്കയിൽപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തന്നെ തൊഴിലവസരം വളരെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് പരക്കെയുള്ള ഒരു പ്രചാരണവും ആക്ഷേപവും. പ്രത്യേകിച്ച് ഈ ഭരണകക്ഷി തന്നെയുള്ള RSP, അവർക്ക് മന്ത്രിയുണ്ട്. അവരുടെ യുവജന സംഘടന ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. 6000 കോടി ലാഭം പ്രതീക്ഷിച്ച് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടക്കരുത്, അത് തള്ളിക്കളയണം എന്നുള്ളതാണ് RYF പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം മാത്രം തീർത്തും പൂർണ്ണമായും നഷ്ടത്തിലായ സ്ഥാപനങ്ങൾ പൂട്ടുന്നത് പരിഗണിക്കാമെന്നും പറയുന്നു. അവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിച്ച് പൂട്ടുന്ന കാര്യത്തിലേക്ക് പരിഗണിക്കാമെന്നാണ് ഒരു നിർദ്ദേശം പറയുന്നത്. കഴിഞ്ഞ സർക്കാരിനെ പരിശോധിച്ചാൽ അവർ ആ രീതിയിലല്ല മുന്നോട്ട് പോയത്. നമുക്കറിയാം, HNL, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഒക്കെ ഏറ്റെടുക്കുകയും KPP-യിലായി മാറ്റുകയും തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. അതൊക്കെ വലിയ പ്രചാരണ ആയുധത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ബജറ്റിന് മുമ്പ് 16ാം ധനകാര്യ കമ്മീഷനാണ് ഈ റവന്യൂ കമ്മി നികത്താനുള്ള
ഗ്രാന്റ് നിർത്തലാക്കിയത്. അതിനു മുമ്പാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചത്. അതിൽ ഏകദേശം 35,000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ 20,000 കോടിയും കിട്ടാത്ത തുകയാണ് പ്രതീക്ഷിച്ചതായിരുന്നു മാത്രമെന്നാണ് VD സതീശൻ ഇന്നലെ സഭയിൽ പറഞ്ഞത്. അത് കൃത്യമായി തന്നെ ഇന്നലെ KN ബാലഗോപാൽ വിശദീകരിക്കുകയും ചെയ്തതാണ്. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ പല മേഖലകളിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് വൈദ്യുതി മേഖലയിലുണ്ട്, ഈ ധാതു ഖനനം ആ മേഖലയിലുണ്ട്. അങ്ങനെ പല മേഖലയിലേക്കും സ്വകാര്യ മേഖലയെ കൊണ്ടുവരാനുള്ള നീക്കമുണ്ട്. ഇതൊക്കെ പരക്കെ ആക്ഷേപത്തിനും വിമർശനത്തിനും ഇടയാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ കടത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തിന് കടമുള്ളതാണ്. പക്ഷേ ആ കടമെടുപ്പ് പരിധി കേന്ദ്രം കുത്തനെ വെട്ടിക്കുറച്ചിട്ടും സംസ്ഥാനം മുന്നോട്ട് പോയി എന്ന ഒരു കാര്യമാണ് പറയുന്നത്. എടുത്തു പറയേണ്ട ഒന്ന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ വികസന പ്രവർത്തനം നടത്തിയിരുന്നു. അത് ഇന്നലെ കുറ്റപ്പെടുത്തിയത് കണ്ണൂരിന് മാത്രം ചില കൂടുതൽ വികസനം വന്നു എന്നുള്ളതാണ് ഇന്നലെ പരക്കുണ്ടായ ആക്ഷേപം. പക്ഷേ സംസ്ഥാനത്ത് വലിയ വികസനം അതുവഴി ഉണ്ടാക്കിയതാണ്. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അത് ഇപ്പോൾ ഉടനെ മാറ്റില്ല, അതിനെ പഠിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ കൂടി കിഫ്ബിയെ ആ രീതിയിൽ മാറ്റി സംസ്ഥാന സർക്കാരുമായി ചേർത്ത് വെച്ച് പുറത്തു നിന്ന് കടമെടുക്കാതെ സംസ്ഥാന സർക്കാരുമായി ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പ്രസ്ഥാനം ആ രീതിയിൽ മുന്നോട്ട് പോകില്ല, സുഖകരമായി മുന്നോട്ട് പോകില്ല എന്നാണ് ഇന്നലെ നേരത്തെ ധനമന്ത്രിയായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കുന്നുണ്ട്. നിർദ്ദേശങ്ങളാണ് പ്രത്യേകിച്ചും ആയുധമാക്കി ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. സേതു.